സ്നേഹം വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം കഴുത്തുവേദനയെക്കുറിച്ചാണ്. കഴുത്തുവേദന നമുക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്, പരിഹാര മാർഗങ്ങൾ എന്തെല്ലാമാണ്, ഇതൊക്കെ പലപ്പോഴും നമ്മൾ തന്നെ ചിന്തിക്കാറുള്ളതാണ്. സാധാരണ ചെറുപ്പക്കാർക്കൊക്കെ കഴുത്തുവേദന വരുന്നതെന്ന് വെച്ചാൽ ഇരുന്ന് കണ്ടമാനം ജോലി ചെയ്യുന്നവർ, ഈ കമ്പ്യൂട്ടർ അങ്ങനെയൊക്കെയുള്ള ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ കിടന്നുകൊണ്ട് ഫോൺ വിളിക്കുന്ന പാർട്ടീസ്, ഇപ്പോൾ നമ്മുടെ പല പാർട്ടീസും കിടന്നുകൊണ്ടാണ് ഫോൺ വിളി, അങ്ങനെയുള്ളവർക്കൊക്കെ കഴുത്ത് വരാറുണ്ട്. ഈ കിടന്നുകൊണ്ട് ഇങ്ങനെ കഴുത്ത് തിരിച്ച് ഒക്കെ ഫോൺ വിളിച്ച് കഴിയുമ്പോൾ അവിടെ ആയാസം കൂടുതൽ വരും. സാധാരണ ഈ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴാണ് കഴുത്തുവേദന എന്ന് പറഞ്ഞുകൊണ്ട് വരേണ്ടി വരുന്നത്. അതിൻ്റെ കാരണം എന്നാണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഈ കാരണങ്ങൾ ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ സാധിക്കും. കിടന്ന് ഫോൺ വിളിക്കുന്നവരത് നിർത്തണം. ഇതുപോലെ തന്നെ വലിയ തലയണ ഉപയോഗിക്കുന്നവർക്ക്, ചിലർക്ക് ഇങ്ങനെ വലിയ തല ഇങ്ങനെ പൊക്കി വെച്ച് കിടന്നവർ അപ്പോൾ കഴുത്താൻ കുടിയും, പിന്നെ ഒടിച്ചു വെച്ചായിരിക്കും കിടക്കുന്നത്. അത് നല്ലതല്ല. അത് ചില പെയിൻ ബാമുകളൊക്കെ ഉപയോഗിക്കുക, തൽക്കാലത്തേക്ക് അത് കുറവാണ്. നമ്മുടെ തല എന്ന് പറയുന്നത് തന്നെ ശരീരത്തിൻ്റെ ഒരു 12% 10% തൂക്കമുള്ള സാധനമാണ്. അത് സെപ്പറേറ്റാണ്. പിന്നെ ശരീരത്തിന് തന്നെ ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള പിന്നെ ഒരു തലമാണ്. അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ തലയിലേക്കുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും പോകുന്നത് കഴുത്തിലൂടെയാണ്. അപ്പോൾ ഇതുപോലെ കഴുത്തിൻ്റെ ഏതെങ്കിലും പൊട്ടലുകളൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമുണ്ടാകാം. ഡിസ്കിന് കംപ്ലയിൻ്റ് ഉള്ളവർക്ക് കഴുത്തുവേദന വരാം. എല്ലിന് തേയ്മാനമുള്ളവർക്കും കഴുത്തുവേദന വരാം. ഭാരമായ വസ്തുക്കൾ ഇങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് കഴുത്തുവേദന വരാം. നട്ടെല്ലിന് പരിക്ക് പറ്റിക്കഴിഞ്ഞാലും കഴുത്തുവേദന വരാം. കാരണം നട്ടെല്ലിൻ്റെ പിന്നെ ലേക്കുള്ള എല്ലാ ഞരമ്പുകളും അതെല്ലാം തലച്ചോറിലേക്കൊക്കെ പോകുന്ന നട്ടെല്ലിലൂടെയാണ്. വാദമുള്ളവർക്ക് കഴുത്തുവേദന വരാം. അതുപോലെ തന്നെ അസ്ഥി ക്ഷയിക്കുന്നവർക്കും കഴുത്തുവേദന വരാം. പിന്നെ ഈ കഴുത്തുവേദന ഉള്ളവർ ചിലപ്പോൾ ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും അതുപോലെ 2 സൈഡിലേക്കും കഴുത്ത് തിരിക്കുക, കഴുത്ത് പതുക്കെ ഒന്ന് വട്ടത്തിൽ ഇങ്ങനെ തല ചിരിക്കുക. ഇങ്ങനെയൊക്കെ ഒന്ന് കഴുത്തുവേദന കുറച്ച് കുറഞ്ഞ് കിട്ടും. അത് സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പോഷകാഹാര കുറവ് കൊണ്ടും കഴുത്തുവേദന വരാവുന്നതാണ്. ചില മരുന്നുകൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കഴുത്തുവേദന വരും. അതുപോലെ തന്നെ മാനസിക പ്രശ്നങ്ങളുള്ളവർക്കും ചിലപ്പോൾ കഴുത്തുവേദന വരാറുണ്ട്. പ്രധാനമായിട്ട് കഴുത്തുവേദനയുടെ ഒരു കാരണം നീരിറക്കം ഉണ്ടാകുന്നതാണ്. തലയിൽ എണ്ണ തേച്ചിട്ട് പിന്നെ കഴുകി കളയാതിരിക്കുക, മഴ നനയുക, ഇങ്ങനെയൊക്കെ ഉള്ളവർ കഴുത്തുവേദന വരാം. ഇതുപോലെ BP ഉള്ളവർക്കും കഴുത്തുവേദന വരാം. ഭയങ്കര തണുപ്പ് ഉള്ള സമയത്ത് നീരിറക്കം വന്നിട്ട് കഴുത്തുവേദന വരാം. അമിതവണ്ണമുള്ളവർക്ക് കഴുത്തുവേദന കൂടുതൽ കാണാറുണ്ട്. ഈ തലയൊക്കെ കഴുകിയിട്ട് മുടി അങ്ങനെ കെട്ടിവെച്ച് ഈ നനവ് തീർക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം കഴുത്തുവേദന വരാറുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ. പിന്നെ ഇതുപോലെ തന്നെ കൈക്ക് തരിപ്പുള്ള വ്യക്തികൾക്ക്, അപ്പോൾ കൈയുമായിട്ട് ബന്ധപ്പെട്ട് കഴുത്തുവേദന വരാം. അമിതവണ്ണമുള്ളവർ ഇതുപോലെ തന്നെ രാവിലെ ഇതിന് പരിഹാരമായിട്ട് നമുക്ക് ഒന്ന് എഴുന്നേറ്റ് നടക്കുക. എപ്പോഴും കുത്തിയിരിക്കാതെ കൊണ്ട് എഴുന്നേറ്റ് നടക്കുക, 2 സൈഡിലേക്ക് ഒന്ന് തിരിയുക. അതുപോലെ കിടന്നുകൊണ്ട് TV കാണാതിരിക്കുക, ഫോൺ വിളിക്കാതിരിക്കുക, നിവർന്നിരിക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ് കഴുത്തുവേദന ഉണ്ടാകാതിരിക്കാൻ. ദീർഘയാത്രകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കണം. കഴുത്ത് ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ ഒന്ന് തിരിച്ച് കുറച്ചൊരു ആയാസം കൊടുത്തു കഴിയുമ്പോൾ കഴുത്തുവേദന കുറയും. അതുപോലെ തന്നെ തല 2 തോളിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മുട്ടിക്കുന്നത്, അല്ലെങ്കിൽ ചരിക്കുന്നത് കഴുത്തുവേദന കുറയാനായിട്ട് സഹായമായിരിക്കും. അവിടെ ബ്ലഡ് സർക്കുലേഷൻ വരും. പിന്നെ ഹോട്ട് വാട്ടർ ബോട്ടിൽ വയ്ക്കുന്നത് നല്ലതാണ് കഴുത്തുവേദനയുള്ളവർക്ക്. കിടന്നുകൊണ്ട് റൂഫിലേക്ക് ശരിക്കും ഇങ്ങനെ നോക്കി കിടന്നു കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസം കിട്ടും. ചിലപ്പം മലർന്ന് കിടക്കുക, അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇതുപോലെ തന്നെ കഴുത്തുവേദനയുള്ള പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മദ്യം, പുകവലി ഇങ്ങനെയുള്ളത്, കുനിഞ്ഞിരിക്കുന്ന തലം, അമിത ഭാരം വഹിക്കുന്ന തലങ്ങൾ, വീഴ്ച അപകടമുള്ളവർക്കും കഴുത്തുവേദന വരാം. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് എക്സർസൈസുകൾ, ബാമുകൾ, കുഴമ്പുകൾ ഒക്കെ കഴുത്തുവേദന മാറാനായിട്ട് സഹായമായിരിക്കും. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക. കർത്താവേ, കഴുത്തുവേദന അനുഭവിക്കുന്ന ഓരോ മക്കളെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇവരിലേക്ക് ഞാൻ കടന്നു വന്ന് ഇവരുടെ അസ്വസ്ഥതകളിൽ നിന്നും വേദനകളിൽ നിന്നും മോചനം നൽകണമേ. രോഗശാന്തി നൽകണമേ. സുഖപ്പെടുത്തണമേ. എല്ലാ അസ്വസ്ഥതകളും കർത്താവ് ഇവരെ മോചിപ്പിക്കട്ടെ. സമാധാനവും ശാന്തിയും സൗഖ്യവും നൽകട്ടെ.
നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇപ്പം ഞാൻ 715-ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. മറ്റു വീഡിയോകളും കൂടെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും വേദനയില്ലാത്ത ഒരു നല്ല ജീവിതം, സമാധാനപൂർവമായ ജീവിതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിന് സ്തുതി.